പരിപാടി ഇന്ന് തുടങ്ങാൻ പോവാണ്. നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് കപ്പയാണ്. കപ്പയും അയിലയാണ് കിട്ടിയേക്കുന്നത്. അയിലക്കറിയും വെക്കാന്നുള്ള ഇതാണ്. പിന്നെ ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കപ്പ മേടിച്ചു. പക്ഷെ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഫ്രഷ് കപ്പയാണ് നോക്കിയത്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ സല്ലാജ കപ്പയാണ് വാങ്ങിയേക്കുന്നത്. ഇത് 700 ഗ്രാം ഉണ്ട്. 2 കവറ് മേടിച്ചു. നമ്മളിപ്പോൾ ഒരു കവറ് തട്ടിയിട്ട് നോക്കാമെന്നുള്ള തീരുമാനമാണ് എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് കപ്പ പൊരിച്ച് ഇങ്ങനെ സല്ലാജ വരുന്നതാണ്. ഫ്രഷ് നമ്മൾ നോക്കിയിട്ട് അത് കിട്ടിയില്ല. അന്നേരം ഇപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി. പിന്നെ അയില ഇന്നലെ ഒരു 2 കിലോ മേടിച്ചു. 15 റിയലായിരുന്നു. അപ്പം കപ്പയും അയിലക്കറിയും ആക്കാമെന്നുള്ളൊരു തീരുമാനമാണ്. പിന്നെ വെള്ളിയാഴ്ച അല്ലായിരുന്നു. പിന്നെ ചോറ് നമ്മൾ പാലക്കാടൻ മട്ടൻ അരിയാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ തിളച്ച് വരുന്നു. പിന്നെ 2 മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചു, ഈ പാചകത്തിന് മുമ്പേ ഒന്ന് കഴിക്കാവുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം ഇപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോ വീഡിയോകൾ അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കപ്പ റെഡിയാക്കുവാണ്. അങ്ങനെ കപ്പ കട്ട് ചെയ്യുവാണ്. പിന്നെ സല്ലാജ ആയതുകൊണ്ട് കുറച്ച് ഐസായിട്ടുണ്ട്. അതിപ്പോൾ റെഡിയാവും. ഇത് കുക്കറിലിട്ടാണ് അടിക്കുന്നത്. ഇത് പിന്നെ നമ്മൾ ഇതാക്കിയിട്ട് കുക്കറിലിട്ട് അടിച്ച് 2 പീസിൽ കേൾക്കുമ്പോഴത്തേനും അടിപൊളിയായിട്ട് വേവും. പക്ഷെ മറ്റേ കപ്പ എടുക്കണമെന്നുണ്ടായിരുന്നു, ഫ്രഷ് കപ്പയെ. പക്ഷെ അത് കണ്ടിട്ട് ഒരു സുഖം പോരാതായി. കാരണം എന്ന് വെച്ചാൽ ചെന്നീര് ഓടിയ ചീനിയാണ്, മിക്കവാറും അത് കഴിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അത് ഒഴിവാക്കിയിട്ട് ഈ സല്ലാജ എടുക്കാമെന്ന് വെച്ചത്. ഇതാകുമ്പോൾ കുഴപ്പമില്ല, നല്ല കപ്പയാണ്. ഒരു കവറും കൂടെ ഉണ്ടല്ലേ നമ്മളെ ഇത് കാണിച്ചോട്. ഇതൊരു കവറിൽ ഉണ്ട് കപ്പ. പക്ഷെ ഞങ്ങളിപ്പോൾ തൽക്കാലം ഒരു പീസേ എടുത്തുള്ളൂ. അപ്പം ഇത് മതിയാവുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ, ഇതൊന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പം മറ്റേതൊന്ന് എടുക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. പാലക്കാട് മട്ട തിളയ്ക്കുന്നുണ്ടല്ലേ? പാലക്കാട് മട്ടൻ അരി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചോറ്, കപ്പക്കറി, പിന്നെ അയിലക്കറി, അതിൻ്റെ കൂടെ ഒരു അയില ഫ്രൈയും ഉണ്ട്. അയില മുളകിട്ടതാ? മുളകിട്ടതാണ്. നമ്മൾ ഒരു പീസ് ഫുള്ളെടുത്ത് പിന്നെ മറ്റേ പീസിൽ ഒരു 2-3 പീസ് കൂടെ ഇട്ട് അങ്ങനെ നമ്മളത് കപ്പ കഴുകാൻ പോവുകയാണ്. ഇത് നല്ല വേവുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കുന്നത്, ഇച്ചിരി വലുതായിട്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് വേവും. അപ്പോൾ നമ്മൾ മീനെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 5 എണ്ണം നമ്മൾ കറി വെക്കാൻ മാറ്റിയിട്ടുണ്ട്, 5 എണ്ണം ഫ്രൈ ആക്കി. പിന്നെ നമ്മൾ മീൻ അവർ കട്ട് ചെയ്ത് തന്നെയാണ്, പക്ഷെ എന്നാലും അതൊരു വൃത്തി പോരാ. പിന്നെ നമ്മൾ തലയൊക്കെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് നമ്മളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മസാല ഇടാനുള്ള പരിപാടിയാണ് നോക്കണം. തല പോയപ്പം പിന്നെ മീനൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ മീനിൻ്റെ മസാലയ്ക്ക് മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി മസാലയൊക്കെ നമ്മൾ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മുളക് പൊടിയൊക്കെ ശരിയാവില്ല, എരി ഭയങ്കര കൂടുതലാവും. അതുകൊണ്ട് കുറച്ച് മസാല ഐറ്റംസ് മാത്രമേ ഇത് ചേർക്കുന്നുള്ളൂ. നമ്മളിടുന്നത് കുരുമുളകാണ്. കുരുമുളക് ഇത്തിരി കിടക്കട്ടെ, അപ്പോൾ ഒന്ന് എരിഞ്ഞ് കയറും. അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അടുത്തായിട്ട് ഇടുന്ന ഉപ്പാണ്. ഉപ്പ് ഇട്ടാണ് നല്ലവരത്തേക്ക് തേച്ച് കഴിയുന്നത് മീൻ. അപ്പോൾ ചിലപ്പോൾ ഉപ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ചീനി തുറന്ന് നോക്കുവാണ് എന്താ അവസ്ഥയെന്ന്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് വേവാണ്. 4 പിസിൽ കേട്ട് അപ്പം തന്നെ അടിപൊളിയായിട്ട് വെന്ത്. എന്നാലും ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് വെന്ത് കേട്ടോ. അപ്പം നമ്മൾ ഫ്രഷ് ചീനി കിട്ടാത്തതുകൊണ്ട് ഒരു ഇതായിരുന്നു, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല വൃത്തിക്ക് വേവുന്നതാണ്. മഞ്ഞൾ കൂടിപ്പോയത്? മഞ്ഞളൊന്നും കൂടിയിട്ടില്ല, അതിവിടെ വെട്ടത്തിൻ്റെ കളറാണ്. അത് കണ്ടോ, ഇതാണ് ഓരോ പ്രവാസികളുടെയും ബാച്ചിലർ പരിപാടി. വീട്ടാണ്ട ചീനി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാ ഇനി നമുക്കിതിന് കുറച്ച് പരിപാടികളുണ്ട്. കടുക് പൊട്ടിക്കണം, ഒന്ന് താളിച്ച് റെഡിയാക്കി എടുക്കാം. കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു. കുറച്ച് ഓയിലേ ഒഴിക്കുന്നുള്ളൂ, കാരണം എന്നെ ചൂടായെന്ന് തോന്നുന്നു. കൈയിട്ട് നോക്കാനാണ്. എണ്ണ ചൂടായിട്ടില്ല. ചൂടായി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കടുക് ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടി വരുന്നു. മാണിക്കക്കല്ല് പുകിലെന്ന് പറയുന്ന പോലെ കറിവേപ്പില. ഇതില്ലാതെ എന്ത് പ്രവാസമാണ് പ്രവാസികൾക്ക്. 2 റിയാലാണ്. നാട്ടിലെ 50 റിയാലിൻ്റെ സാധനമാണ് ഈ കറിവേപ്പില.
50 രൂപയുടെ അത് അങ്ങനെ പൊട്ടി അങ്ങനെ കളിക്കുകയാണ്. നമ്മൾ കറിവേപ്പില എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കറിവേപ്പില എടുത്തിട്ട് അങ്ങോട്ട് പൊട്ടിക്കുവാണ്. കപ്പയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നോക്കൂ, ഇങ്ങോട്ടൊന്ന് നോക്കൂ, നല്ല ഹലുവ പോലെ വെന്ത് ഉടഞ്ഞാണ് കപ്പ. ഇത് കണ്ട, ഇതാണ് കപ്പയുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ കടുവ എടുത്ത് കടുവ പൊട്ടിച്ച് കപ്പയിൽ ഒഴിച്ച് കരണ്ടിന്ന് ഇളവുന്നില്ലല്ലേ, അലുവാണൊക്കെ ഇരിക്കുക. ഹലുവ മോഡലായി. ഇത് കണ്ട, ഇതാണ് നമ്മുടെ കപ്പയെന്ന് പറയുന്നത്. നാട്ടിൽ ഇരിക്കുന്ന നിങ്ങൾ മാത്രം കപ്പ കഴിച്ചാൽ മതിയോ? അവന് മീൻ ഫ്രൈ ഇനി ചെയ്യാൻ അടുത്തത് മീൻ ഫ്രൈ ചെയ്യാനുള്ളതാണ്. നമ്മൾ ആ കടുവ പൊട്ടിച്ച പാത്രത്തിൽ തന്നെ ആ പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഏറ്റവും മാക്സിമം കുറച്ച് ഉപയോഗിക്കാവൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷംസാണ്. മീൻ അയിലയാണ്. മസാല ഇട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ വെച്ചിരുന്നു. അപ്പം നമ്മളിനി മീൻ ഇടുകയാണ്. എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. 5 ഫ്രൈ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫ്രൈ ആക്കാൻ 6 ഉണ്ട്. 6 ഉണ്ട്. അതുകൊണ്ട് കണക്ക് വെച്ച് 6 ഉണ്ട്. അങ്ങനെ നമ്മൾ മീൻ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത മീൻ കറിയുണ്ട്. ചീനി എല്ലാം റെഡിയായി, ചോറും വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈയും മീൻ കറിയുമാണ് ആക്കാനുള്ളത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് 2 സവാള ഇട്ട് 2 കറിവേപ്പിലയും വെച്ച് ഇനി ഒരു സെക്കൻഡുകളിൽ നമ്മൾ മാറ്റും. ഫ്രൈ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അടുത്തത് അയിലക്കറിയാണ്. മീൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇട്ട് വരട്ടി അതിൽ വെള്ളം ഒഴിച്ച് നല്ല തിളച്ച് വരുന്നിട്ടുണ്ട്. പുളിവെള്ളമൊക്കെ ഒഴിച്ചല്ലേ? പുളിവെള്ളം എല്ലാം ഒഴിച്ച് നല്ല ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് അയില കട്ട് ചെയ്ത് വെച്ചത് ഇടുവാണ്. വലിയ പീസാണല്ലോ. വലിയ പീസാക്കി വെച്ചത്. പിന്നെ ഈ തക്കാളി, സവാള, പച്ചമുളക് വരട്ടിയിട്ട് അതിൽ ചിക്കൻ ഇട്ടാൽ പ്രവാസികളുടെ ചിക്കൻ കറിയാവും. അതിൽ മീൻ ഇട്ടാൽ പ്രവാസികളുടെ മീൻ കറിയാവും. അതാണ് നമ്മുടെ പ്രവാസത്തിൻ്റെ ഒരു ഇത്. നമ്മൾ ഫുഡ് വെച്ചാൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ്, മീൻ ഫ്രൈ, മീൻ കറി, കപ്പ വേവിച്ചത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വിളമ്പാൻ പോവുകയാണ്, കഴിക്കാൻ പോവുകയാണ്. ഇത് സിഫറയുണ്ട്. നമ്മൾ ഗൾഫിൽ വരുമ്പോൾ എല്ലാം സിഫറയിട്ടാണ് കഴിക്കുന്നത്. തറയിലല്ല നമ്മൾ വിളമ്പുന്നത്. അങ്ങനെ നമ്മളൊരു 2 തവി ചോറെടുത്തു. 2 തവി ചോറെടുത്തു. പിന്നെ ഒരു കഷ്ണം മീനും ഇത്തിരി ഗ്രേവിയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കപ്പയും എടുത്തു. ഒരു 2 അയില ഫ്രൈയും വെച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ ബാച്ചിലർ റൂമിലുള്ള ഫുഡാണ് കപ്പ, മീൻ ഫ്രൈ, മീൻ കറി, ചോറ്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ കഴിക്കട്ടെ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. റഹ്മാൻ റഹീം. ഇച്ചിരി കപ്പയും എടുത്ത് ഒരു മീൻ്റെ കഷ്ണവും എടുത്തു. ചോറിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ബിസ്മില്ലാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. കപ്പയും മീൻ ഫ്രൈയും ആ മീൻ്റെ കറിയുടെ പെരട്ടിയപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.